ഹലോ, സോ ദേ നമ്മുടെ പാർട്ട് 2 വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണേ. ദേ നമ്മുടെ പളനി എത്തി. ആ മലയുടെ മുകളിൽ കാണുന്നതാണ് പളനി അമ്പലം. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ പോകാനായിട്ട് നമുക്ക് വെഞ്ചുണ്ട്. വെഞ്ച് എന്ന് പറഞ്ഞാൽ ട്രെയിൻ പോലെ ഇങ്ങനെ ഒരു ഹില്ലിനകത്ത് നമുക്ക് കയറി പോകാൻ പറ്റുന്നൊരു സാധനമാണ്. പിന്നെ റോപ്പ് കാറുണ്ട്, അതല്ലെങ്കിൽ സ്റ്റെപ്പ് യൂസ് ചെയ്യാം. ഇതൊന്നും എനിക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല, കാര്യം അവിടെ ഒന്നും മൊബൈൽ ഫോൺസ് അലൗഡ് അല്ല. ഈ നടന്നു പോകുന്ന കുറച്ച് ദൂരം മാത്രമേ എനിക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് നമ്മുടെ ഫോൺ നമ്മളവിടെ ലോക്ക് ചെയ്ത് വെക്കണം. ഈ നടന്നു പോകുന്ന സ്ട്രീറ്റാണ് ഈ കാണുന്നത്. ഞങ്ങൾ പോയതൊരു വർക്കിംഗ് ഡേ ആയതുകൊണ്ടും വലിയ സീസൺ അല്ലാത്തത് കൊണ്ടും അത്രയധികം തിരക്കില്ലായിരുന്നു. അപ്പം ഞാനും യോഗാച്ചും കൂടി ഇങ്ങനെ നടന്നു പോയി. പോകുന്ന വഴിക്ക് കുറേ സംഭവങ്ങൾ കണ്ടതൊക്കെ ഞാനിങ്ങനെ മാക്സിമം ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ടു ബി വെരി ഫ്രാങ്ക്, ഞാൻ ഇത്രയും വൃത്തിയില്ലാത്തൊരു സ്ഥലം എൻ്റെ ജീവിതത്തിൽ വേറെ കണ്ടിട്ടില്ല. ഇപ്പോൾ തമിഴ്നാട് ഗവൺമെൻറ്റാണ് ആക്ച്വലി ഈ അമ്പലം ഭരിക്കുന്നതെന്നാണ് കേട്ടത്. ഇത്ര സീക്രട്ടായിട്ടുള്ള ഇത്രയധികം ആൾക്കാർ പോകുന്ന, ഇത്രയും അധികം ബിസിനസ് ഉണ്ടാവുന്ന ഒരു അമ്പലം ഈ ഒരു അവസ്ഥയിൽ കണ്ടപ്പോൾ വളരെയധികം സങ്കടം തോന്നി. ബിക്കോസ് അതിൻ്റെ അകത്ത് ഞങ്ങൾ വേറെ എക്സ്ട്രാ പൈസയൊന്നും കൊടുത്തല്ല കയറിയത്. നോർമൽ സാധാരണക്കാരുടെ ക്യൂവിലാണ് പോയത്. അവിടെ ഒരു സൈഡിൽ വേസ്റ്റ് കെട്ടി വെച്ചേക്കുന്നതും അതുപോലെ പട്ടി വന്ന് അവിടെ നടന്നു പോകുന്നതും അതവിടെ പീ ചെയ്യുന്നതും ഒക്കെ കണ്ടിട്ട് അതിൻ്റെ പുറത്തൂടെയൊക്കെ വേണം നമ്മൾ ഭക്തർ നടന്നു പോകേണ്ടത് കേട്ടോ. പിന്നെ ഒരു സൈഡ് മുഴുവൻ ഡ്രെയിനേജ് പോലെ വേസ്റ്റാണ്. കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുപോകുന്നവരാണെങ്കിൽ വളരെയധികം സൂക്ഷിക്കണം എന്ന് ഞാൻ പറയും. കാര്യം അത്രയധികം വൃത്തിയില്ലാത്തൊരു സ്ഥലമാണിത്. ഞങ്ങൾ 40 രൂപ ടിക്കറ്റ് എടുത്ത് വെഞ്ചിൽ കയറിയിട്ടാണ് മുകളിൽ അമ്പലത്തിലെത്തിയത്. തിരിച്ച് സ്റ്റെപ്പ് ഇറങ്ങിയാണ് വന്നത്. പക്ഷേ എന്തായാലും ഈ പൈസ കൊടുത്ത് ദൈവത്തിനെ കാണുന്ന ഒരു ഏർപ്പാടിനോട് ഞാൻ വളരെയധികം എതിർപ്പുള്ള ഒരാളായതുകൊണ്ടാണ് സാധാരണക്കാരുടെ ക്യൂവിൽ പോയത്. പക്ഷേ ഒട്ടും വൃത്തിയില്ല. കുഞ്ഞുങ്ങളായിട്ട് പോകുന്നവരാണ് നിങ്ങളെങ്കിൽ അത് വളരെയധികം ശ്രദ്ധിക്കുക. ഒരുപാട് നേരം ക്യൂ നിന്നിട്ടാണെങ്കിലും അകത്ത് കയറി ഒന്ന് തൊഴാൻ പറ്റി. ഒരു നല്ലൊരു വിശുദ്ധമായ ഒരു സ്ഥലത്തിനെ ഒത്തിരി ബിസിനസ് ഓറിയൻറ്റഡ് ആക്കി ശരിക്കും പറഞ്ഞാൽ നശിപ്പിച്ച് വെച്ചിരിക്കുകയാണെന്ന് ഞാൻ പറയും. എൻ്റെ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നവർ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ.